പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 29 ബുധനാഴ്ച. പ്രത്യേകമായി വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്കായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ ഓരോ പ്രവർത്തനവും അവിടുത്തെ കൃപകളാൽ നിറഞ്ഞതായി തീരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരുടെ വലിയൊരു പ്രത്യേകതയാണ് ഇന്ന് വചനം ഓർമ്മിപ്പിക്കുന്നത്. എപ്പോഴും ഈശോയുടെ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അപരിചിതമായ സ്വരം വേഗം തിരിച്ചറിയാൻ പറ്റും. തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഈശോയുടെ സ്വരം പരിചയമില്ലെങ്കിൽ കേൾക്കുന്നതെല്ലാം അവിടുത്തെ സ്വരമാണ് എന്ന് തോന്നും. അവർ തിന്മയിൽ വീഴുകയും ചെയ്യും. വചനവായന, വ്യക്തിപരമായ ധ്യാനം, പ്രാർത്ഥന, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കൽ എന്നിവയിലൂടെയെല്ലാമാണ് കർത്താവിൻ്റെ സ്വരവുമായി നമുക്ക് പരിചയം വരിക. പ്രാർത്ഥനാ ജീവിതം പൂർണ്ണ ആത്മാർത്ഥതയോടെയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഈശോയെ മാത്രം തൃപ്തിപ്പെടുത്താൻ നാം പരിശ്രമിച്ചാൽ മതി. എല്ലാവർക്കും കൃപ നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.